ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എനിക്കറിയാം നിങ്ങളെല്ലാവരും നല്ല തിരക്കായിരിക്കും. നമ്മൾ ഓണത്തിൻ്റെ കറികളും പായസമൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ വളരെ രുചികരമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു പായസമാണ് നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഈ ചെറുപയർ ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു അരിപ്പയിൽ ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടും. ആ സമയത്ത് നമ്മൾ ചെറുപയർ പരിപ്പ് വേവിക്കാൻ എടുക്കുന്ന നമ്മുടെ കുക്കറിൽ തന്നെ നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ഈ കുതിർത്തി വെച്ചിരിക്കുന്ന ഈ കഴുകി വെച്ചിരിക്കുന്ന ഈ ചെറുപയർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു കളർ, ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ, ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സൈഡിലിരിക്കുന്ന നമ്മുടെ ഈ പരിപ്പും കൂടെ നമുക്കതിലേക്ക് അങ്ങ് തട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ജസ്റ്റ് ഒന്ന് പരിപ്പിൻ്റെ നികന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ 2 വിസിലാണ് വരുത്തിയിരിക്കുന്നത് ചെറുപയർ വേവിക്കാനായിട്ട്. അപ്പോൾ പരിപ്പ് അവിടെ വേവട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1.5 കപ്പ് ശർക്കര ഒരു പാനിലേക്ക് ആഡ് ചെയ്തിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ചിട്ട് വേണം നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാൻ. അപ്പോൾ എന്തെങ്കിലും ചെറിയ കല്ലോ കരടോ ഉണ്ടെങ്കിൽ നമുക്കത് പോയി കിട്ടും. അപ്പോൾ കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ഒന്ന് അരിച്ചിട്ടാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഇത് ഉരുക്കിയെടുത്ത ശർക്കര അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2 ഫുൾ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2ാം പാലും അതുപോലെ തന്നെ 1ാം പാലും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1ാം പാൽ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തെടുത്താൽ മതി. 2ാം പാലിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് അടിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പരിപ്പ് നമ്മുടെ ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പരിപ്പ് നല്ലപോലെ ഒന്ന് തിളച്ച് വരണ സമയത്ത് നമുക്ക് നമ്മുടെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും പരിപ്പ് നല്ലപോലെ വെന്തതിന് ശേഷം മാത്രം ശർക്കര പാനി ആഡ് ചെയ്യാവൂ, അല്ലെങ്കിൽ നമ്മുടെ പരിപ്പ് കല്ലിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നല്ലതായിട്ട് പരിപ്പ് വെന്തിട്ടുണ്ട്. വെന്തതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഒരുവിധം ഇത് കുറുകി തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ 2ാം പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യാനുസരണം 2ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 2ാം പാൽ ആഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലപോലെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു തിള വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുക്ക് പൊടിച്ചത്, കുറച്ച് ജീരകം പൊടിച്ചത്, അതുപോലെ കുറച്ച് ഏലക്ക പൊടിച്ചത്, ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിന് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് നമുക്ക് 2 സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ 1ാം പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1ാം പാൽ ആഡ് ചെയ്യുമ്പോൾ പിന്നെ അത് നമ്മൾ അധികം നേരം തിളപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് 1ാം പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് നല്ലപോലെ കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഞാനൊരല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ്, ഈ മധുരം നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ ഉപ്പ് നല്ലതാണ്. അപ്പോൾ ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതധികം തിളപ്പിക്കരുത്. 1ാം പാൽ ആഡ് ചെയ്ത ശേഷം തിളപ്പിക്കരുത്. ജസ്റ്റ് ഇതുപോലെ ഒന്നൊരു കുമിള വരണ സമയമാകുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നട്ട്സും കിസ്മിസും അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ എടുത്തിട്ടുണ്ട്, അത് വറുത്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പാൻ എടുത്തു, 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കി, പിന്നെ നമ്മുടെ തേങ്ങ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മുടെ നെയ്യിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തേങ്ങ ഏകദേശം ബ്രൗൺ കളറാകുമ്പോൾ നമ്മുടെ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സും നന്നായിട്ടൊന്ന് ഇതിൽ വറുത്തെടുക്കാം നമുക്ക്. അതിനുശേഷം നമ്മുടെ കിസ്മിസ് ഇത്രയും ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അതിനുശേഷം ഇത് ഇവിടെ ഇപ്പോൾ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് നമ്മുടെ ഈ നട്ട്സും കിസ്മിസും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പ് പായസം, നമ്മുടെ വളരെ ടേസ്റ്റുള്ള പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ കിസ്മിസും നട്ട്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റുള്ളൊരു പായസമാണ്. അപ്പോൾ നമ്മുടെ പരിപ്പ് പായസം ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് തിരുവോണമായിട്ട് എല്ലാവരും ഈ പരിപ്പ് പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലിടണം. അപ്പോൾ അതാ ഞാനിവിടെ നമ്മുടെ പരിപ്പ് പായസം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുറുകി നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പപ്പടവും പഴമൊക്കെ ചേർത്ത് ഇത് കൂട്ടിക്കുഴച്ച് നമ്മുടെ സദ്യയുടെ കൂടെ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ഓണം.